ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. എടാ മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1, അസെറ്റിലീൻ റിയാക്ട്സ് വിത്ത് സോഡമൈഡ് ടു ഇവോൾവ് അമോണിയ ഗ്യാസ്. അസെറ്റിലീൻ എന്ന് പറഞ്ഞാൽ അസെറ്റിലീൻ ഈത്തൈൻ ആണ്. ഈത്തൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതാണ് ഈത്തൈൻ. ഇയാള് സോഡമൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നാണ്. NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ NaNH2 ആരൊക്കെ ഉണ്ട്? Na+ ഉണ്ട്, NH2- ഉണ്ട്. NH2- ആണ് അതിലെ ബേസ്. അയാള് ഇതിലുള്ള അസിഡിക് ഹൈഡ്രജനെ ക്യാച്ച് ചെയ്യും. ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലുള്ള ഹൈഡ്രജൻ അസിഡിക് ഹൈഡ്രജൻ ആണ്. അപ്പൊ രണ്ട് ബോൾ NaNH2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുമോ പറഞ്ഞേ? C∼C അസിഡിക് ഹൈഡ്രോജനെ സോഡിയം റീപ്ലേസ് ചെയ്യുന്നു. റെഡിയാണോ? സോ സോൾട്ട് കിട്ടും പ്ലസ് അമോണിയ കിട്ടും. റെഡിയാണല്ലോ? ഇതാണ് റിയാക്ഷൻ. മക്കളെ, ഈ റിയാക്ഷൻ പോസിബിൾ ആയി. അപ്പൊ അസെറ്റിലീൻ റിയാക്ട്സ് വിത്ത് സോഡമൈഡ് ടു ഗിവ് അമോണിയ ഗ്യാസ്. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അത് നടക്കാൻ കാരണം അസെറ്റിലീൻ അമോണിയേക്കാൾ അസിഡിക് ആയതുകൊണ്ടാണ്. അസെറ്റിലീന്റെ അസിഡിക് ക്യാരക്ടർ അല്ലെങ്കിൽ ടെർമിനൽ ആൽക്കൈൻസിന്റെ അസിഡിക് ക്യാരക്ടർ അമോണിയേക്കാൾ കൂടുതലാണ്. റെഡിയാണോ? സോ അസെറ്റിലിൻ ഇസ് എ വീക്കർ ആസിഡ് ദാൻ അമോണിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ അമോണിയേക്കാൾ അസിഡിക് ആണ് ആര് പറഞ്ഞേ? ടെർമിനൽ ആൽക്കൈൻസ്. ടെർമിനൽ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ അറ്റത്ത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള അസിഡിക് ഹൈഡ്രജനെ ക്യാരി ചെയ്യുന്ന ആൽക്കൈനുകൾ. സോ ടെർമിനൽ ആൽക്കൈൻസിന്റെ അസിഡിക് ക്യാരക്ടർ അമോണിയേക്കാൾ കൂടുതലാണെന്നാണ് പറയേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. Statement 1 is correct and 2 is incorrect. Option 3. Next, statement 1. Benzene readily undergoes electrophilic substitution reaction. ശരിയാണ്. ബെൻസീൻ ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ അവൻ നടത്തുന്ന ഒരു ടൈപ്പ് റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നൈട്രേഷൻ, ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, ഫിഡൽ ക്രാഫ്റ്റ്സ്, അൽക്കൈലേഷൻ, അസൈലേഷൻ, ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ബെൻസീൻ ഇസ് ആൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ശരിയാണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ട് ഒക്കെ ഉള്ള കോമ്പൗണ്ട് ആണ് ബെൻസീൻ. അതിനാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയാം. സോ ബെൻസീൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ബോത്ത് ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. റെഡിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1 ഒന്ന് വായിച്ചു നോക്കിയേ. നൈട്രേഷൻ ഓഫ് നൈട്രോബെൻസീൻ യൂസിങ് എ നൈട്രേറ്റിംഗ് മിക്സ്ചർ ഈൽഡ്സ് മെറ്റാ ഡൈനൈട്രോബെൻസീൻ. മക്കളെ, എന്താ നൈട്രോബെൻസീനെ നൈട്രേഷൻ ചെയ്താൽ ആരെ? നൈട്രോബെൻസീനെ നൈട്രേഷൻ ചെയ്താൽ ആരാ? നൈട്രോബെൻസീൻ. ബെൻസീൻ റിംഗിൽ NO2 വന്നാൽ അതാണ് നൈട്രോബെൻസീൻ. ഈ നൈട്രോബെൻസീനെ നൈട്രേഷന് വിധേയമാക്കി. നൈട്രേറ്റിംഗ് മിക്സ്ചർ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4. ഒരു മിക്സ്ചർ ആണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. ഏതാ നൈട്രേറ്റിംഗ് മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ? നൈട്രേറ്റിംഗ് മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ഏതാന്ന് ചോദിച്ചാൽ NO2+ ആണ്. അയാളാണ് റിങ്ങിനെ അറ്റാക്ക് ചെയ്യുക. റിങ്ങിന്റെ എവിടെ അറ്റാക്ക് ചെയ്യുക? NO2 ഗ്രൂപ്പ് ഒരു -R ഗ്രൂപ്പാണ്. റിംഗ് എന്ന ഇലക്ട്രോണിനെ വലിക്കുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ വലിച്ചാല് ഓർത്തോ പാരയില് പോസിറ്റീവ് ചാർജ് ആണ് ഡെവലപ്പ് ചെയ്യുക. സോ -R ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഓർത്തോ പാരയില് പോസിറ്റീവ് ചാർജ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഇത് കാരണം ഈ ഇലക്ട്രോഫൈലിന് പോസിറ്റീവ് ഉള്ള സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. റിപ്പൾഷൻ അല്ലേ വരിക. അതുകൊണ്ട് മെറ്റാ പൊസിഷൻ ആണ് റിലേറ്റീവ്ലി ബെറ്റർ പൊസിഷൻ. സോ നൈട്രോ ഗ്രൂപ്പ് ഇസ് മെറ്റാ ഡയറക്റ്റിംഗ്, വിച്ച് മീൻസ് ദിസ് എക്സിസ്റ്റിംഗ് നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? വിൽ ഡയറക്ട് ദ ഇൻകമിംഗ് NO2+ ടു മെറ്റാ കോർണർ. മെറ്റാ കോർണറിലേക്ക്. ബിക്കോസ് NO2 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. റിയാക്ടിവിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പാ. കാരണം ഇവിടെ പ്ലസ് ഒക്കെ വരുമ്പോൾ ഈ NO2+ ഇങ്ങോട്ട് വരുമ്പോൾ റിപ്പൾഷൻ ആണ് ഫീൽ ചെയ്യുക. സോ ദാറ്റ് ഡീആക്ടിവേറ്റ്സ് ദ റിയാക്ഷൻ. റിയാക്ടിവിറ്റി കുറയ്ക്കും ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഓൾസോ. അങ്ങനെയാണ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താണ്? മെറ്റാ ഡൈനൈട്രോബെൻസീൻ ആണ്. ബെൻസീന്റെ അടുത്ത മെറ്റാ കോർണറിലൂടെ NO2 വന്നു. അപ്പൊ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. നൈട്രോ ഗ്രൂപ്പ് at ബെൻസീൻ റിംഗ് ലോവർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി at മെറ്റാ പൊസിഷൻ. ദാറ്റ് ഈസ് റോങ്. എവിടെയാ? നൈട്രോ ഗ്രൂപ്പ് -R ഗ്രൂപ്പാണ്.
ഇത് കാരണം റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന ഗ്രൂപ്പാണ് നൈട്രോ ഗ്രൂപ്പ്. ഓർത്തോ പാരയിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നത്. പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ അളവ് കുറയ്ക്കാന്ന. അത് റെസൊണേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമാവുക. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, ബട്ട് 2 is incorrect. So option 3 is the right answer. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. But2ene shows geometrical isomerism but but1ene does not show. റെഡിയാണോ? But2ene എന്ന് പറഞ്ഞാൽ ആരാ? But2ene എന്ന് പറഞ്ഞാൽ CH3 അല്ലെ, CH3 ശ്രദ്ധിച്ചോ, CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇയാള് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. എന്തുകൊണ്ടാ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാല് മക്കളെ ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ വാലൻസി 4 ആണ്. ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാർബൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി 2 ബോണ്ട് വന്നു കഴിഞ്ഞു. അടുത്ത 2 വാലൻസസിൽ അറ്റാച്ച് ചെയ്യുന്ന ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എന്താവണം? ഡിഫറെന്റ് ആവണം. ഇതാണ് കണ്ടീഷൻ. റെഡിയാണോ? അതേപോലെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലെയും ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എന്താവണം? ഡിഫറെന്റ് ആവണം. ഇതാണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ കണ്ടീഷൻ. ഇത്രേ ഉള്ളൂ. ഇവർ രണ്ടും സെയിം ആയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിലെയും ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എന്താവണം? ഡിഫറെന്റ് ആവണം. നോക്കൂ നിങ്ങൾ, ഇതില് ഈ ഡബിൾ ബോണ്ടഡ് കാർബണും ഇത് രണ്ടുമാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജനും മീഥൈലും ഉള്ളത് വിച്ച് ആർ ഡിഫറെന്റ്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജനും മീഥൈലും ഉള്ളത് വിച്ച് ആർ ഡിഫറെന്റ്. അപ്പൊ നിങ്ങൾക്ക് സാറേ ഇത് രണ്ടും സെയിം ആണല്ലോ, അത് നോക്കേണ്ട കാര്യമില്ല. ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിലും അറ്റാച്ച് ചെയ്ത ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആയിരിക്കണം. സോ but2ene can show geometrical isomerism. What about but1ene? but1ene എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3 ആണ്. മക്കളെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ കാർബൺ ഡബിൾ ബോണ്ടില് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. അവർ ഡിഫറെന്റ് അല്ലല്ലോ, രണ്ടും സെയിം അല്ലേ? അതുകൊണ്ട് it cannot show geometrical isomerism. but2ene shows GI but but1ene does not. That is a true statement. Geometrical isomerism arises due to the restricted rotation of the double bond. That is also a true statement. Restricted rotation ആണ് geometrical isomerismത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ആൽക്കീനുകൾ കാണിക്കാനുള്ള കാരണം അതാണ്. So both statement 1 and statement 2 are correct. Option 1 is the right answer. അടുത്ത ചോദ്യം, iodination of alkyne is very fast. That is a wrong statement. Fluorination ആണ് fast. Iodination is very slow. Iodination വളരെ സ്ലോ ആണ്. ഹാലജന്റെ റിയാക്ടിവിറ്റി ഓർഡർ വരുന്നത് ഫ്ലൂറിൻ greater than, ക്ലോറിൻ greater than, ബ്രോമിൻ greater than അയോഡിൻ എന്നാണ്. സോ അയോഡിന്റെ റിയാക്ടിവിറ്റി ഏറ്റവും കുറവാണ്. റെഡിയാണ്? ഫ്ലൂറിനേഷൻ ആണ് ഏറ്റവും വയലന്റ് അല്ലെങ്കിൽ ഏറ്റവും റിയാക്റ്റീവ് ഫ്ലൂറിൻ ആണ്. Iodination of alkyne is carried out in presence of an oxidizing agent. അത് കറക്റ്റ് ആണ്. കാരണം ഒരു ആൽക്കൈനെ അയോഡിനേഷൻ നടത്തുമ്പോൾ ഒരു ആൽക്കൈനാണ്, ആൽക്കൈനെ അയോഡിനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് റിവേഴ്സിബിൾ ആണ്. റിയാക്ഷൻ എന്താണ്? റിവേഴ്സിബിൾ ആണ്. അപ്പൊ അത് Ri+HI ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇതിനെ ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസ് ഉപയോഗിക്കും. അപ്പൊ എന്താ ഗുണം എന്ന് ചോദിച്ചാല് ഈ HI ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ആ റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ ചേർക്കുന്ന HNO3 പോലെയുള്ള ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് HIയുടെ അളവ് മീഡിയത്തിൽ കുറയും. സോ റിയാക്ഷൻ നമുക്ക് ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് HIയുടെ അളവ് കുറഞ്ഞാല് ഇക്വിലിബ്രിയം ഫോർവേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ അയോഡിനേഷൻ സിഗ്നിഫിക്കന്റ് റേറ്റിൽ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഓക്സിഡൈസിങ് ഏജന്റ് HNO3 പോലുള്ള ഓക്സിഡൈസിങ് ഏജന്റ് പ്രസൻസ് യൂസ് ചെയ്യും. സോ അയോഡിനേഷൻ ഓഫ് ആൽക്കൈൻ is carried out in presence of an oxidizing agent. That is a true statement. So statement 1 is wrong but 2 is correct. So option 4 is the right answer. Alkanes are used as fuels. Very correct. A large amount of heat is evolved during combustion of alkanes. Right, a reason ആണ്. So both the statements are correct. Option 1. Confusion ഒന്നുമില്ല. Statement 1, in staggered form the electron cloud of carbon hydrogen bonds are as far as possible and it comes closer to each other in eclipsed form. That is a true statement. Eclipsed form CH ബോണ്ടുകൾ ഇതിന്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എടുത്താൽ ഫ്രണ്ട് കാർബണിലെ CH ബോണ്ടിനും ബാക്ക് കാർബണിലെ CH ബോണ്ടിനും ഇടയിൽ
പരമാവധി അകലമുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. എന്നാൽ ഫ്രണ്ടിലെ CH ബോണ്ട് നേരെ പിറകില് ബാക്കിലെ CH ബോണ്ട് അലൈൻ ചെയ്യുന്ന കൺഫർമേഷൻ ആണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ അവിടെയാണ് ഡിസ്റ്റൻസ് മിനിമം ഉള്ളത്. അപ്പൊ മാക്സിമം റിപ്പൾഷൻ ഉള്ളത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, മിനിമം റിപ്പൾഷൻ ഉള്ളത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഏതാണ്? സ്റ്റാഗേർഡ് ആണ്. ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ആണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇറ്റ് സ്റ്റാഗേർഡ് ഫോം ഓഫ് ഈതൈൻ ഇസ് ദ ലീസ്റ്റ് സ്റ്റേബിൾ. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാഗേർഡ് ഫോം ആണ് മോസ്റ്റ് സ്റ്റേബിൾ, മിനിമം റിപ്പൾഷൻ. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct and 2 is incorrect. Option 3. Next question. Statement 1. Tertiary carbon atom is attached to 3 carbon atoms. ശരിയല്ലേ? ടെറിഷറി കാർബൺ എന്ന് പറഞ്ഞാല് a carbon which is bonded to 3 other carbon atom. 2,2-dimethyl butane. So that is a true statement. 2,2-dimethyl butane does not have any tertiary carbon atom. നമുക്ക് നോക്കാം ഏതാ 2,2-dimethyl butane. 2,2-dimethyl butane. CH3, CH3. Yes, 2,2-dimethyl. CH3, CCH3. CH2, CH3. ഇതാണ് 2,2-dimethyl butane. ഇതിൽ മക്കളെ ഒന്നാമത്തെ കാർബൺ is bonded to only one carbon, so that is a primary carbon. എന്നാൽ രണ്ടാമത്തെ കാർബൺ is bonded to 4 other carbon, so that is a quaternary carbon. ഈ കാർബൺ പ്രൈമറി കാർബൺ ആണ്. ഈ കാർബൺ ഒരു കാർബണിലേക്ക് ബോണ്ട് ചെയ്തിട്ടുള്ളൂ, പ്രൈമറി കാർബൺ ആണ്. എന്നാൽ ഈ കാർബൺ ദാറ്റ് ഈസ് ബോണ്ടഡ് ടു 2 other കാർബൺ, അപ്പൊ അത് സെക്കൻഡറി കാർബൺ ആണ്. എൻഡിലുള്ള കാർബൺ ഈസ് ബോണ്ടഡ് ടു ഓൺലി 1 കാർബൺ, പ്രൈമറി കാർബൺ. സോ ദർ ഈസ് നോ ടെറിഷറി കാർബൺ. ടെറിഷറി കാർബൺ എന്ന് പറഞ്ഞാൽ ആ കാർബൺ 3 കാർബണിലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും, അതിനെ ടെറിഷറി എന്ന് പറയാം. 4 ബോണ്ട് ചെയ്ത ക്വാട്ടേണറി. സോ 2,2-dimethyl butane does not have any tertiary carbon atom. That is also a true statement. So statement 1 and 2 both are correct. Option 1 is the right answer. Ready ആണല്ലോ? സോ മക്കളെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഏത് ചാപ്റ്ററിലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു all.